ഇതൊരു മോർണിംഗ് ഓഫീസ് റൊട്ടീൻ ആയാലോ. ഇപ്പം എന്താണെന്നറിയില്ല, വളരെ മടിയാണ് രാവിലെ എണീക്കാനായിട്ട്. ഒന്ന് ഫ്രഷായി വന്നതിന് ശേഷം ഒരു കോഫി കുടിച്ചു. ഇന്ന് ഉച്ചത്തേക്കൊരു സ്പെഷ്യൽ ആവാൻ തീരുമാനിച്ചു. നമ്മുടെ സ്പെഷ്യൽ എന്താ? ബിരിയാണി. ബിരിയാണി ഇല്ലാതെ നമുക്ക് പറ്റത്തില്ല. വിനീത് ശ്രീനിവാസൻ പറഞ്ഞ പോലെ ബിരിയാണി ഒരു സ്ട്രെസ് റിലീഫ് തന്നെയാണ്. നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിനകത്ത് കുറച്ച് നെയ്യിട്ട് നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുത്ത് അതിലേക്ക് കുറച്ച് കശുവണ്ടിയും കിസ്മിസും ഇട്ട് അത് നന്നായിട്ടൊന്ന് വറുത്ത് കോരി വയ്ക്കാം. അതേ ചൂടായ വെളിച്ചെണ്ണയിലോട്ട് നമ്മുടെ സ്പൈസസ് ഇട്ട് കൊടുക്കാം. കറുകപ്പട്ട, ഏലക്കയും ഗ്രാമ്പും ഇങ്ങനെയുള്ള സ്പൈസസ് എല്ലാം ഇട്ട ശേഷം നമ്മുടെ കൈമ റൈസ് അതിനകത്തേക്കിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് ഒന്ന് മൂടി വെച്ച് അഴി വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റൈസ് ഇതേ ആവശ്യത്തിന് വെന്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബീഫ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ബീഫ് ബിരിയാണിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. കുരുമുളകും പെരുംജീരകവും കൂടെ ചതച്ചെടുത്ത് ബീഫിലോട്ടിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കുക. ഇനി ഇടുന്നത് ഒരു സ്പെഷ്യൽ മസാലയാണ്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത മസാലയാണ്. പിന്നെ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സ്മെല്ലുണ്ട്. ആ സ്മെല്ല് കേൾക്കുമ്പോഴേ അറിയാം ബീഫിൻ്റെ പൊക്കം ഇങ്ങോട്ടാണെന്നുള്ളത്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ചട്ടി വെച്ച് കുറച്ച് സവാള വഴറ്റി ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പില ഇട്ട് വഴറ്റി വരുമ്പോൾ നമ്മുടെ സ്പെഷ്യൽ മസാലയിൽ അതുകൂടെ ചേർത്ത് തക്കാളിയും തൈരും ചേർത്ത് കുറച്ച് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഇടാം കേട്ടോ. നമ്മുടെ ബീഫിൻ്റെ സ്റ്റോക്കുള്ള വെള്ളം ഒഴിച്ച് വെച്ചതിന് ശേഷം മസാല ഒന്ന് വഴണ്ട് വരണം. അങ്ങനെ വഴണ്ട ഒരു പാകമാകുമ്പോൾ നമ്മുടെ ബീഫ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫാണ് നമ്മൾ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചാണ്. ഈ സമയത്ത് നമുക്കൊരു സാലഡ് ഉണ്ടാക്കിയാലോ. ബിരിയാണി ആകുമ്പോൾ പിന്നെ സാലഡ് വേണമല്ലോ. വെള്ളരിക്കയും സവാളയും പച്ചമുളകും തൈരും ഉപ്പും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി ഇളക്കി കഴിഞ്ഞാൽ സാലഡ് റെഡി. ഇനി നമുക്ക് ബിരിയാണിക്ക് ദമ്മിട്ടാലോ. കുറച്ച് നെയ്യ് ഒഴിക്കുക, നമ്മുടെ കുറച്ച് റൈസ്, കുറച്ച് കറി, കുറച്ച് റൈസ്, കുറച്ച് കറി, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന നമ്മുടെ സവാള, കുറച്ച് പുതിനയില, നമ്മുടെ ക്യാഷും കിസ്മിസും കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് വെക്കുക. ഇത് തുറക്കുമ്പോൾ ഉള്ളൊരു സ്മെല്ലുണ്ടല്ലോ, ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല, അത്ര രസമാണ്. നല്ല അടിപൊളി ബീഫ് ബിരിയാണി ഇപ്പോൾ ഇവിടെ റെഡി. ഇനി ഈ പാക്കിങ് ഇതെനിക്ക് മാത്രമല്ല കേട്ടോ, ഇത് ഓഫീസിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പാക്കിങ്ങാണ്. അപ്പം നമ്മുടെ പിള്ളേർക്കുള്ള ബിരിയാണി പാക്കഡായി. ഇനി ഓടിപ്പോയി ഒന്ന് കുളിക്കണം. കുളിച്ചു റെഡിയായി. അപ്പോൾ ഓൾ സെറ്റ് ഓഫീസിലോട്ട് പോകാൻ. ഇതാണ് എൻ്റെ കുപ്പിവള കളക്ഷൻസ്. ഞാൻ എവിടെ കണ്ടാലും ഒരു മടിയില്ലാതെ മേടിക്കുന്നൊരു സാധനമാണ് ഈ കുപ്പിവള. കുപ്പിവള ഇട്ട് ഇങ്ങനെ കിളിക്ക് നടക്കാൻ ഒരു രസമല്ലേ. അപ്പോൾ കുപ്പിവള ഇട്ടു, വാച്ച് കെട്ടി, സെറ്റ്, എല്ലാം റെഡി. അപ്പോൾ പിന്നെ എന്താ, ബിരിയാണി പൊട്ടിക്കുകയല്ലേ. ഇതാ ബിരിയാണി പൊട്ടിച്ചു. ബിരിയാണി പൊട്ടിച്ചപ്പോൾ തന്നെ ആദ്യം എടുത്ത് തിന്നുന്ന ക്യാഷുമാണ്. നമ്മുടെ ബിരിയാണിക്ക് ഫാൻ ബേസ് ഉണ്ട് കേട്ടോ. അതിലാദ്യത്തെ ഫാനാണ് ഈ നിൽക്കുന്നത്. ബിരിയാണി എന്ന് കേട്ടപ്പോൾ ഉള്ള സന്തോഷമാണ് ആ കാണുന്നത് മുഴുവനും. അങ്ങനെ ഓഫീസിലുള്ള എല്ലാവരും ബിരിയാണി കഴിച്ചു. ബിരിയാണി കിടിലനായിരുന്നു എന്ന് സ്വയം പറയുന്നതല്ല, ആക്ച്വലി നല്ല ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഇനി അടുത്ത ഡിഷായിട്ട് പിന്നെ കാണാം.